യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ നിന്നും ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ചിന്തിക്കുന്നതാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ 2 വളരെ പ്രധാനപ്പെട്ടതായ നേച്ചർ ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവസ്നേഹം എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളിലും വെളിപ്പെട്ടു വന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ലോങ് സഫറിങ് ലവ്. ഈ തരുണത്തിൽ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടതായ ഒരു കഥയുണ്ട്. അത് സംഭവിച്ച കഥയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അറിയപ്പെടുന്ന ദേവദാസൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയതായ ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, താൻ ഒരു വഴിയായി യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടി തനിക്കെതിരെ കടന്നു വന്നു. അപ്പോൾ പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പട്ടി നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ നമുക്ക് വളരെ സംശയമാണ് ആ പട്ടി നമ്മളെ വന്ന് കടിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് ഈ ദേവദാസൻ കുനിഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് ഈ പട്ടിക്കിട്ട് ഒരൊറ്റ ഏറെറി. ആ കല്ല് ഈ പട്ടിയുടെ കാലിൽ വളരെ ശക്തമായി ചെന്നിടിച്ചു. ആ പട്ടി വളരെയധികം കരഞ്ഞു. അപ്പോൾ ഈ ദേവദാസന് വളരെ സന്തോഷമായി തീർന്നു. ഈ പട്ടി ഇനി എന്നെ കടിക്കില്ല, കാരണം അതിനൊരു അനുഭവം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. പക്ഷേ താൻ കണ്ട ഒരു കാര്യം, പട്ടി അതിവേദനയിലും വാലാട്ടിക്കൊണ്ട് ഈ ദേവദാസൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. അപ്പോൾ തനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രത്തോളം ആ പട്ടിയെ ഉപദ്രവിച്ചിട്ടും ഈ പട്ടി എന്തുകൊണ്ടാണ് എന്നെ ഇപ്രകാരം സ്നേഹിക്കുകയും എൻ്റെ അടുക്കിലേക്ക് ഓടി വരികയും ചെയ്തത്. അദ്ദേഹം ഇപ്രകാരം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് തന്നെ എന്നോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഈ പട്ടിയുടെ അത്ര പോലും ഒരു ക്ഷമ എനിക്കില്ലല്ലോ. ഈ പട്ടിയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ആ ദേവദാസന് തോന്നുവാനിടയായി തീർന്നു. ഞാൻ ഈ ഒരു സംഭവം അനേകം നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു സംഭവമാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാം നമ്മെ തന്നെ പരിശോധിക്കണം. നാം ശരിയായിട്ട് ക്ഷമിക്കുന്നുണ്ടോ? അതായത് ദീർഘമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദീർഘമായി ക്ഷമ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാതെ നിൽക്കുക എന്നുള്ള ഒരർത്ഥമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രത്യേകത, നമ്മൾ ഒരു കാര്യം കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുക. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ടല്ലോ, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസം ഉണ്ടാകട്ടെ. അതൊരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നോക്കിക്കേ, ആ നായയുടെ പ്രതികരണം എന്താണ്? അതിന് ആ വ്യക്തിയോട് സ്നേഹം തോന്നിയത് കൊണ്ടാണ് അതിന് ക്ഷമിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ പട്ടി വന്ന് ഈ ദേവദാസനെ ആക്രമിച്ചനെ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാകണമെങ്കിൽ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹത്തിൽ നമ്മൾ വസിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിൽ കണ്ടതായ ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം, ആ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം തന്നെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുക. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഈ കാര്യം തന്നെ 1 യോഹന്നാന്റെ പുസ്തകം 4 അധ്യായം 8 വാക്യത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവസ്നേഹം തന്നെ നമുക്ക് അഗപ്പെ ലവ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ദൈവത്തെ അറിയത്തില്ല. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോങ് സഫറിങ് ലവ് അവനുണ്ടാവുകയുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായം 7 വാക്യം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ കാണുന്നതായ ഈ ലോങ് സഫറിങ്, ദീർഘമായി ക്ഷമിക്കുന്നതായ ആ സഫറിങ്ങിൻ്റെ ഒരു പ്രവചനിക വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. പറയാനും വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് ഈ സ്നേഹം അവൻ്റെ ക്യാരക്ടറാണ്. അവൻ ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹമുള്ളവനായി നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 14 വാക്യത്തിൽ ക്രൂശീകരണ സമയത്ത് സംഭവിക്കുന്നതായ ഒരു കാര്യം മത്തായി വളരെ സ്പെസിഫിക്കായി നോട്ട് ചെയ്യുന്നുണ്ട്. താൻ പറയുന്നു, അവൻ ഒരു വാക്കിനും ഉത്തരം പറയാകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. കാരണം ഉത്തരം പറയുന്നതായ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർ യേശുവിൻ്റെ ശരീരത്തിൽ ചെയ്തിട്ടും
യേശു വായു തുറന്നില്ല. കാരണം ഈസ് ലോങ് സഫറിങ് ജീസസ്. അവൻ ദീർഘമായി ക്ഷമിക്കുന്നവൻ ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിഞ്ഞതായ ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. തൻ്റെ 1 പത്രോസ് ലേഖനത്തിൽ 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളിൽ താൻ പറയുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരിമേൽപ്പിക്കത്രേ ചെയ്തത്. അപ്പോൾ നോക്കണേ, യേശു എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അവൻ ഒരു പ്രത്യുത്തരം പോലും പറയാതെ തൻ്റെ കാര്യത്തെ മുഴുവനും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. ഈ അഗപ്പേ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളെ മുഴുവനും നാം അപ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് വിടുകയാണ്. ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നാം പരമേൽപ്പിക്കണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരുപക്ഷെ ആളുകളുടെ മുമ്പിൽ നമ്മളൊരു പരാജയമായി ആളുകൾക്ക് തോന്നുമായിരിക്കാം. യേശുക്രിസ്തുവിനെ ഒരു പരാജിതനായിട്ടാണ് അന്ന് ആളുകളെല്ലാം കണ്ടത്. അവൻ മിണ്ടാതിരിക്കുമ്പോൾ ഒരു പരാജിതനായിട്ടാണ് ആളുകൾ കണ്ടത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അവൻ എല്ലാം തന്നെ ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ പരമേൽപ്പിക്കത്രേ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മുടെ വിഷയങ്ങളെ മുഴുവനും നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം, യേശുവിനെ പോലെ. എന്താ സംഭവിച്ചത്? 3-ാം ദിവസം നിന്ദിച്ചവരുടെ മുമ്പാകെ, പകച്ചവരുടെ മുമ്പാകെ, ശാരീരികമായി ഉപദ്രവിച്ചവരുടെ മുമ്പാകെ യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽ ഉണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ വാക്തത്വം. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിച്ചത് ആ വാക്യത്തിൽ താൻ പറയുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. ദയ കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു സദ്ഗുണമാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നു അവർക്ക് അർഹതയില്ല നമ്മുടെ ദയയ്ക്ക് എന്ന് ചിന്തിക്കുമ്പോഴും അവരോട് ദയ കാണിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ ഈ ഒരു ഗുണമുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സുറിയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ കാരണം യേശുവിൽ നിന്നുള്ള ദയയായിരുന്നു. ഇന്ന് കാണുന്ന പല ആളുകളുടെ മുമ്പിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും നിൽക്കാൻ അവസരമില്ല, ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയത്തില്ല. പല ആളുകളും എന്നെ വിളിക്കാറുണ്ട്. അവരൊക്കെ വലിയ വലിയ സഭകളിലെ വിശ്വാസികളായ ആളുകളാണ്. ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളുടെ പാസ്റ്ററിനോട് നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നില്ല? ഇവർ പറഞ്ഞ കാര്യമാണ്, വിളിച്ചാൽ എടുക്കത്തില്ല ബ്രദറെ, ഒന്ന് കാണാൻ പോലും കേട്ടത്തില്ല. ഞായറാഴ്ച ചെന്നാൽ ഭയങ്കര ആളാ, ശുശ്രൂഷ കഴിഞ്ഞ് അന്നേരം അദ്ദേഹം സ്ഥലപ്പെടും. അവരിലൊന്നും ഈ യേശുവിൻ്റെ സ്വഭാവമില്ല. അവരൊന്നും അഗപ്പേ സ്നേഹത്തിൻ്റെ ആളുകളല്ല. അഗപ്പേ സ്നേഹമുണ്ടെങ്കിൽ യേശുവിനെ പോലെ എല്ലാവരെയും അറ്റൻഡ് ചെയ്യും. അവർക്ക് അവിടെ സമയം പ്രശ്നമല്ല. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ, അനുകമ്പ കാണിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. 5000 പേരോളം കൂടി വന്നതായ ആ മഹാസമ്മേളനത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേ. നോക്കിക്കേ, അവിടെ എഴുതിയിട്ടുണ്ട്, യേശുവിന് മനസ്സലിഞ്ഞു. യഥാർത്ഥ സ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളത് കാണിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. അതെ, ഇവിടെ നമ്മൾ കണ്ടതായ 2 കാര്യങ്ങൾ, ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവത്തെങ്കിലേക്ക് കടന്നു വരുവാൻ ആ യഥാർത്ഥ അഗപ്പേ സ്നേഹം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരും തന്നെ കർത്താവെ, ഈ വ്യവസ്ഥയില്ലാത്ത സ്നേഹം, അഗപ്പേ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. ദീർഘമായി ക്ഷമിക്കുകയും
ദയ കാണിക്കുകയും ചെയ്തതായ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.